ഉണങ്ങുവാ തക്കടു ഇല്ല. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഉണങ്ങിച്ചോട്ടോ. ചൂടായ കാരണം രണ്ടും ഇവിടെ കിടന്നുറങ്ങും കേട്ടോ. ഉറങ്ങിക്കോ. മമ്മി ഒരു സൂത്രം ഉണ്ടാക്കിയിട്ട് വിളിക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടാക്കിയിട്ട് വിളിക്കാവേ. ചിക്കൻ വേണോ? കണ്ടോ അന്നേരം ഉള്ള നോട്ടം കണ്ടോ. തൊരപ്പനിലയുടെ മുഖം അല്ലേ ചില സമയം. എന്നാ ഒരു തൊരപ്പിന് മമ്മി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം വൈകിട്ട് ഒരു 5 മണിക്കോ 4:30 കണ്ടോട്ടോ എൻഗേജ്മെൻറ്റ്. അതിൻ്റെ റിസപ്ഷൻ വൈകിട്ട് 6:30 തുടങ്ങുമേ. അപ്പം ഞാൻ നമ്മുടെ ഇവിടുത്തെ കാര്യം അറിയാവുന്ന കേട്ടോ. നമ്മുടെ കുട്ടീസിൻ്റെ ഒക്കെ കാര്യം ഇതായിരിക്കുന്നു. അറിയാം, രാത്രി പരിപാടിക്കൊന്നും നിൽക്കത്തില്ല എന്നറിയാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ പോയിട്ട് അവിടെ നിന്നൊരു 12:30 ആയപ്പോഴത്തേനും ഞാനിങ്ങ് പോന്നു കേട്ടോ. അപ്പം കെട്ടിയവൻ, അതായത് കെട്ടിയവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അത് പോയില്ല, മോശമല്ല. അപ്പം ഞാൻ രാവിലെ ഇന്ന് അപ്പം കൊച്ചിനെ ഒന്ന് വിഷ് ചെയ്തിട്ട് ഞാനിങ്ങ് പോന്നു കേട്ടോ. അപ്പം ഇവരോട് പോയിട്ട് അപ്പോൾ ഒരു അത്രയും സമയം ഇച്ചിരി നേരം അതിരാവിലെ പോയായിരുന്നു കേട്ടോ. അപ്പം പോയിട്ട് വന്നപ്പോൾ സൂത്രം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞല്ലേ പോകാതെ. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഇവർക്ക് ഇച്ചിരി ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാതെ. എന്നും ചിക്കനുണ്ട്, പക്ഷേ ഇന്ന് അവർക്ക് കുക്കുവിന് ഭയങ്കര ഇഷ്ടമായി ഫ്രൈഡ് ചിക്കൻ കേട്ടോ. അപ്പം നമുക്ക് അതാണ് ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉപ്പില്ലാത്ത ഫ്രൈഡ് ചിക്കൻ അല്ലേ എടി കുഞ്ഞുമണി? ഉള്ള നോട്ടം കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ ഉപ്പും നമ്മുടെ ഗാർലിക് പൗഡറും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചുമ്മാ തിരുമ്മി വെച്ചേക്കുന്നത്. ഇത് എനിക്ക് മനസ്സിലായോ? അവർ ചുമ്മാ ചെറുപറയുന്ന ചിക്കൻ തിന്നുമ്പോൾ എനിക്ക് കൊതിയാവൂലേ? കൊതിയാവുമ്പോൾ ഞാൻ കൊതി വിടൂലേ? അതിനു വേണ്ടി ഞാൻ ഈ 5-6 എനിക്ക് എടുത്തു വെച്ചു. പിന്നെ അവർക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് കണ്ടോ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ. എല്ല് സഹിതം എടുത്തിട്ടുണ്ട്. എല്ല് സഹിതം കുനുകുനാ ഞുറുക്കി സാധാരണ ചിക്കൻ ഞുറുക്കുന്ന പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മാത്രമാട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ അകത്ത് പൊടി ഇടൂലേ എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്ത് ഞാൻ എടുക്കും. അപ്പോൾ ഞാനിവിടെ ഇതുണ്ടല്ലോ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പീക്കിരികൾക്ക് സൗകര്യാർത്ഥി ഇത് കൊടുക്കാം. എനിക്കിവർ ഭക്ഷണം കഴിക്കുന്ന കാണാൻ ഭയങ്കര രസമാട്ടോ. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏരിയയിലൊക്കെ പോയിട്ട് ഒന്ന് ഫുൾ ചാപ്പാട് അടിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു സെറ്റപ്പാട്ടോ. അപ്പം ഞാനിത് പൊടിയൊക്കെ ഇട്ടൊന്ന് കൂട്ട് ചെയ്യാവേ. ആദ്യം ഈ ചെറിയ കൂട്ടം അങ്ങെടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടുക കേട്ടോ. ഇതിങ്ങനെ ഈ പൊടിക്കകത്തോട്ടെ ഉപ്പൊന്നും ഇല്ലാത്ത പൊടിക്കകത്തോട്ട് ഞാൻ അവരുടെ കേട്ടോ ഞാൻ എൻ്റെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തിടുക. എന്നിട്ട് ഈ പൊടി ഇങ്ങനെ ഇട്ടങ്ങ് ഇളക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പം ഇതെല്ലാം ആ പൊടി അങ്ങ് കോട്ട് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് പതിയെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എളുപ്പത്തിന് ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ വാരി വെക്കുന്നു. ഇതുണ്ടോ കണ്ടോ? ഇതിൻ്റെ പീസ് തന്നെയായിട്ട് കിട്ടിയത് കണ്ടോ. അപ്പോൾ ഒരുപാട് മാവിത്തെ കോട്ട് ചെയ്യത്തുമില്ല, ഒറ്റ കോട്ടിങ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. തന്നെ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അത് വറുത്തിട്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ വറുത്തെടുത്തു കേട്ടോ. നമുക്ക് പിള്ളേരിട്ട് കൊടുക്കാം. പെട്ടെന്നായിക്കോളൂ കേട്ടോ. ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളവർക്ക് വലിയ അത്ഭുതമാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൺഫ്ലവറിൻ്റെ ഒരു ടേസ്റ്റും വരും, പിന്നെ ഗാർലിക് പൗഡറിൻ്റെ ഒരു ടേസ്റ്റും കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി ഗാർലിക് പൗഡർ ഒന്നുകിലും ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ മേടിക്കുക. എന്നിട്ട് ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ തേച്ച്
ഒരു ഗാർലിക് പൗഡറൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നിട്ട് മാവിൽ കോട്ട് ചെയ്തെടുത്ത് വേണമെങ്കിൽ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് വീണ്ടും ഒന്നുകൂടെ കോട്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി മാവ് പൊതിഞ്ഞ പോലെ ആവും കേട്ടോ. അതിലും ഭേദം ഒരു കോട്ടിങ്ങാണ്. അപ്പം ഇതിലും കോട്ടിങ് നമുക്ക് വേണേൽ വരുത്താം കേട്ടോ. ഇത് നമ്മൾ പിള്ളേർക്കായതുകൊണ്ടാണ്. ഇതുണ്ടോ, ഇത് ഇത്തിരിയേ ഉള്ളൂ, ഒറ്റ കോട്ടിങ് കേട്ടോ. ഒറ്റ കോട്ടിങ് വെള്ളത്തിൽ മുക്കാതെയുള്ള ഒറ്റ കോട്ടിങ് കേട്ടോ. ഇതുണ്ടോ, അവർക്കൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം തിന്നുന്നത്. അവരുടെ ചിക്കൻ ഓക്കെ ആയി. അപ്പോൾ അത് നമ്മൾ ആദ്യം കോരി മാറ്റുന്നു കേട്ടോ. കളർ കുറഞ്ഞ ചിക്കൻ അവരുടെ, കളർ കൂടിയത് എൻ്റെയും ചിക്കനാണ്. നമുക്കിത് വാരി എടുക്കാം. ഞാനിതൂടെ അങ്ങ് വറുത്ത് കോരി അതങ്ങ് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൂടാറിട്ടല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനെല്ലാം വറുത്ത് കോരി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇത് ഇവിടെ വന്ന് കിടപ്പുണ്ടേ. ഞാനേ ഫാനിട്ട് കൊടുത്തേക്കും കേട്ടോ. ഇതേ ഒരാൾ കാവലുണ്ട്. ഓക്കേ, ആരും എടുക്കാതെ ഇതാ അവനും ഇവിടെ കിടപ്പുണ്ട്. പിന്നെ 2 എണ്ണം ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ചൂടാറി. അപ്പോൾ അതെ ഞാൻ കൊടുക്കാൻ തുടങ്ങും കേട്ടോ. ഇച്ചിരി സ്പീഡായിട്ട് അങ്ങ് കൊടുക്കാവേ. ചിക്കനാ എന്തോ ഇത് 2-3 എടുത്ത് കൊടുത്തു കേട്ടോ. ചെറിയ പീസ് നോക്കിയേ. അപ്പം ഞാനിത് തെരി എടുത്ത് കൊടുക്കുക. കഴിച്ചോ, അമ്മയുടെ കുഞ്ഞുമണിയും വന്നേ. വലിയ പീസല്ലല്ലോ, അപ്പോൾ അവർക്ക് ഓരോ അങ്ങ് കൊടുക്കാവേ. എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത പീസാട്ടോ നല്ലത്. എന്നാന്നോ അതിന് ചിക്കൻ്റെ മീറ്റിന് അതേ ഫ്ലേവർ തന്നെ കേട്ടോ. അല്ലാതെ വേറെ മസാലകളുടെ ടേസ്റ്റൊന്നും അല്ലാതെ ഫ്രഷായിട്ട് ഇതാണ് ചിക്കൻ്റെ രുചി എന്നറിഞ്ഞത് ഉപ്പില്ലാതെ കഴിച്ചപ്പോഴാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ കൂട്ടി, ഉപ്പ് പിന്നെ കുറേ മസാലയൊക്കെ തേച്ചിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇത് റിയൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതായിരുന്നു നല്ലത്. ഞാൻ എന്നിട്ട് എൻ്റെ 2-3 എണ്ണമൊക്കെ ഇവർക്ക് എടുത്തു കൊടുത്തു. ഇവരുടെ തീർന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനത് ചോറിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. അതായിരുന്നു നല്ലത്. കാരണം ഇവരുടെ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ടേസ്റ്റാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അത് ചോറിൻ്റെ കൂടെ കഴിക്കും കേട്ടോ ചെയ്തത്. ശരിക്കും നമ്മളെല്ലാം ഈ ഒത്തിരി മസാല കൂട്ടിയല്ലേ കഴിക്കണത്. ശരിക്കും ഇവരുടെ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉപ്പില്ലാത്ത ഇവരുടെ കൂട്ട് കഴിക്കണത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കൂട്ട് എടുത്ത് ഉപ്പ് ആഡ് ചെയ്ത് കഴിക്കാറാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് ഞാൻ നോക്കിയിട്ട് സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപ്പില്ലാതെ വേവിച്ചിട്ട് അപ്പം അതിൻ്റെ മേലിലായിട്ട് ഒരു ഇത്തിരി ഈ ഉപ്പ് പൊടിയും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റായിരിക്കും. നമുക്കതിൻ്റെ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടും. അല്ലാതെ നമുക്കിപ്പോൾ മസാല ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇറച്ചി ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. ആ ഷേപ്പിലുള്ള മാറ്റം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ വാരി കൊടുത്തോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പറയാം, കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ ആയിരുന്നല്ലോ. അന്നത്തെ ദിവസം എല്ലാവരും ആഘോഷിക്കുക, അമ്മ മകൻ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാരി കൊടുത്തും കെട്ടിപ്പിടിച്ചും മടിയിൽ കിടന്നൊക്കെയുള്ള ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഈ അന്നത്തെ ദിവസം മാത്രമായിട്ട് ആഘോഷിക്കാനായിട്ട് ഇപ്പം ആ ഒരു ദിവസം നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി മടി തല തയ്ച്ച് വെക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരാളുടെ പേൻ നോക്കുന്നു കേട്ടോ, അമ്മ ഇരുന്ന്. അതോ തുടയ്ക്കുവാണോ? അപ്പം വാരി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഇവർക്ക് വാരി കൊടുക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ കസേരയിൽ ഇരുന്ന് കഴിക്കുന്നത് ചുരുക്കം കേട്ടോ. ഞാൻ ആ സ്റ്റെപ്പേലോ അല്ലെങ്കിൽ ഇവിടെ തറയിലോ ഒക്കെ ഇരുന്ന് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെ ഞാൻ ഇരുന്ന് കഴിക്കുള്ളൂ കേട്ടോ. കഴിക്കുമ്പോൾ ഞാൻ ഇവർ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഞാൻ എന്നൊന്ന് പറഞ്ഞ പോലെയല്ല എന്നും ഇവർക്ക് എന്തെങ്കിലും വാരി വെച്ച് കൊടുക്കും കേട്ടോ. അത് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം കേട്ടോ. അല്ലാതെ അതിനൊരു പ്രത്യേക ദിവസം കണ്ടുപിടിച്ചു അല്ലെ അന്നത്തെ ദിവസം ചെയ്ത് ഞാൻ അമ്മയാണെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവർക്ക് വാരി കൊടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചാലും കിട്ടാത്ത സന്തോഷം കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ലോട്ടറി അടിച്ചാൽ ഞാൻ വേണ്ടാന്ന് വെക്കില്ല കേട്ടോ. ലോട്ടറി അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇതുപോലെ കുറേ എണ്ണത്തിന് ഞങ്ങൾക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അവർക്ക് അവരുടെ ഉള്ളത് അവരുടെ കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടും 2-3 എണ്ണം എടുത്ത് കൊടുത്തു കേട്ടോ. ബാക്കി ഞാൻ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കായിരുന്നു. ഒത്തിരി കൊടുത്തില്ല, കാരണം ഒരു 3:30-4 ആയപ്പോൾ കൊടുത്തപ്പോൾ അവരുടെ ഒരു നേരത്തെ ഫുഡായല്ലോ, വൈകിട്ടത്തെ ഫുഡായി. അത് കഴിഞ്ഞ് കിടക്കാൻ നേരം പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ ബാക്കി കുറച്ച് എന്തെങ്കിലും വരുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ ഫുഡ് കൊടുക്കും കേട്ടോ. രാവിലെ വരെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പം അത്രേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അവർ ഹാപ്പിയായി, ഞാനും അതിലേറെ ഹാപ്പിയായി. അങ്ങനെ കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഞങ്ങളെല്ലാവരും ആഘോഷിച്ചു കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ ആ വീഡിയോ. വേറൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ.